മലപ്പുറം കാളികാവിലെ കടുവ ആക്രമണത്തിൽ വനംവകുപ്പിന് സംഭവിച്ചത് ഗുരുതരമായ വീഴ്ച. കടുവയുടെ സാന്നിധ്യം മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ല. നിലമ്പൂർ സൗത്ത് ഡിഎഫ്ഒ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് 2 തവണ കത്തയച്ചു. കത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക്. കാളികാവിലെ കടുവ ആക്രമണത്തിൽ വനംവകുപ്പിന് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ പുറത്ത്. പ്രദേശത്ത് കടുവ സാന്നിധ്യം വനംവകുപ്പ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. കടുവയെ കണ്ടതായി നാട്ടുകാരും പലതവണ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടായത് ഗുരുതര അനാസ്ഥ. കൂട് സ്ഥാപിക്കാൻ അനുമതി തേടി നിലമ്പൂർ സൗത്ത് ഡിഎഫ്ഒ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കത്തയച്ചിരുന്നു. 2 തവണ കത്തയച്ചെങ്കിലും അനുമതി ലഭിച്ചില്ല. ഇതെല്ലാം മറച്ചുവെച്ചാണ് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി സർക്കാർ തലയൂരുന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടെയായിരുന്നു 2 തവണ കത്തയച്ചത്. എന്നാൽ വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടമാണെന്നും കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഒടുവിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ മാത്രമാണ് വനം വകുപ്പ് കണ്ണ് തുറന്നത്. നിലമ്പൂർ സൗത്ത് ഡിഎഫ്ഒ ധനിക് ലാലിനെ സ്ഥലം മാറ്റിയതിനിടെയാണ് കത്ത് പുറത്തുവന്നത്. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.